ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനിക്കാൻ ഇനി 4 ദിവസം മാത്രമാണ് ബാക്കി. ആരാകും വിജയ കിരീടം ചൂടുക എന്ന് ഞായറാഴ്ച അറിയാനാകും. ഫൈനലിലേക്ക് അടുക്കുന്നതിനിടെ എവിക്റ്റായ മത്സരാർത്ഥികൾ എല്ലാവരും തിരിച്ചെത്തുകയാണ്. ജാൻമണിയും യമുനയും ആയിരുന്നു ആദ്യം വീട്ടിലെത്തിയത്. ഈ അവസരത്തിൽ ഗബ്രിയെക്കുറിച്ച് ജാസ്മിൻ യമുനയോട് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ്. ജാസ്മിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ചേച്ചി, സത്യം പറഞ്ഞാൽ എന്താണ് എൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ ക്ലിയറായിട്ട് അറിയത്തില്ല. പക്ഷേ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒട്ടും ഹാപ്പിയല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് നോമിനേഷന് മുൻപ് വരെ ഗബ്രി ഇവിടെ നിന്ന് പോയ ശേഷം ഒരു നോമിനേഷനിലും പോകാൻ ഞാൻ പേടിച്ചിട്ടില്ല. അയ്യോ, ഞാൻ പോകുമല്ലോ എന്നൊരു കാര്യവും ഇല്ല. എൻ്റെ വീട്ടുകാർ വന്നപ്പോൾ എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോഴെനിക്ക് തോന്നി ഇവിടെ നിൽക്കണം എന്ന്. വൈൽഡ് കാർഡ് വന്ന ശേഷവും അന്നു മുതൽ ഇന്ന് വരെ കുത്തുവാക്കുകൾ മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. എന്തിനാണ് ഇതെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പുറത്തുള്ളവർക്ക് ഞാൻ ചെയ്യുന്ന ഒരുപാട് തെറ്റുകൾ കാണാൻ പറ്റുന്നുണ്ടാകാം. ഇത്രയും വലിയ തെറ്റ് എന്താണ് ഞാൻ ചെയ്തത് എന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാനിവിടെ വന്ന അന്നു മുതൽ എനിക്കുള്ള കംഫർട്ട് സ്പേസ് അല്ലേ ഗബ്രി? എനിക്ക് ഒരു ദിവസം കൊണ്ട് അവനോട് തോന്നിയ സ്നേഹമല്ല ഇത്. എനിക്ക് എൻ്റെ കാര്യമേ അറിയുള്ളൂ. ബാക്കിയുള്ളവരുടെ കാര്യമോ അവർ പറയുന്നതോ ഒന്നും അറിയില്ല. എൻ്റെ വീട്ടുകാർ വന്നപ്പോൾ അവരുടെ മുഖത്തൊന്നും ഒരു തെളിച്ചവും ഇല്ലായിരുന്നു. ഗബ്രിയോട് എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ പറ്റണ്ടേ? അത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തത്? എനിക്ക് ഗബ്രിയെ ഇഷ്ടമാണ്. പക്ഷേ കാസ്റ്റും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നടക്കില്ല. ആ ഇഷ്ടം പ്രേമത്തിൽ എത്താതെ നോക്കുകയാണ് ഞാൻ. ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അവനാണെന്ന്. ആ സമയത്ത് ഞാൻ അവനോട് അത് തുറന്നു പറഞ്ഞു. അവൻ പോയ ശേഷം മനസ്സ് തുറന്ന് ഞാൻ ആരോടും മിണ്ടിയിട്ടില്ല. പുറത്തുള്ള എല്ലാവർക്കും കുറ്റമായിരിക്കും, പരിഹാസമായിരിക്കും, പുച്ഛമായിരിക്കും. ഗബ്രിയുടെ ഫോട്ടോ നോക്കി ഞാൻ സംസാരിക്കുമ്പോൾ ആളുകൾ എനിക്ക് ഭ്രാന്താണ് എന്ന് വിചാരിക്കും. പക്ഷേ എനിക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ആശ്വാസം എന്താണെന്ന്. എനിക്ക് അവനോട് പ്രേമം എന്നൊരു സാധനമില്ല. അവൻ പോയപ്പോൾ എൻ്റെ ഡിപ്പെൻഡൻസി പോയി. പക്ഷേ അതിൻ്റെ ലിമിറ്റ് ഞങ്ങളുടെ കയ്യിൽ നിന്നും പോയി.